ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധം രാജ്യവ്യാപക ചർച്ചയായിരിക്കുകയാണ്. അതിനിടെയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു ഹിന്ദുത്വ ചിന്തകനായ TG മോഹൻദാസിന്റെ ഒരു പ്രസ്താവന വലിയ വിവാദമായി മാറിയത്. താനായിരുന്നു അവിടെ ഭരണാധികാരിയായിരുന്നതെങ്കിൽ പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നാണ് അദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയെല്ലാം കൂട്ടബലാത്സംഗം ചെയ്യാൻ ഉത്തരവിടുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഈ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനം, നിയമ നടപടി ആവശ്യപ്പെട്ടുള്ള പരാതികളും ഉയർന്നിരിക്കുകയാണ്. ഡൽഹിയിൽ നടന്നുകൊണ്ടിരുന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് TG മോഹൻദാസ് വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയത്. പുറത്തുവന്ന വീഡിയോയിൽ പ്രതിഷേധക്കാരെ ശക്തമായി വിമർശിക്കുന്നതിനൊപ്പം തനിക്ക് അധികാരമുണ്ടായിരുന്നുവെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്നും സ്ത്രീകളെയെല്ലാം കൂട്ടബലാത്സംഗം നടത്തുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ശക്തമായ പ്രതിഷേധവും വിമർശനവും ഉയർന്നു. ഇതിന് പിന്നാലെ വിദ്യാർത്ഥി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും നിരവധി രാഷ്ട്രീയ നേതാക്കളും ഈ പരാമർശത്തെ അപലപിച്ചു. പ്രതിഷേധം നടത്തുന്നവരോട് വിയോജിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എന്നാൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ വെടിവെക്കണമെന്നും അവിടെയുള്ള സ്ത്രീകളെ കൂട്ടമായി ബലാത്സംഗം ചെയ്യണമെന്നും പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം പ്രസ്താവനകൾ സമൂഹത്തിൽ വിദ്വേഷവും അക്രമവും പ്രോത്സാഹിപ്പിക്കുമെന്ന ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നു. ഇതിനിടെ ഈ പരാമർശത്തിനെതിരെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. വിദ്വേഷം പരത്തുകയും അക്രമത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനയാണിതെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നത് ഇനി അധികാരികളുടെ തീരുമാനമായിരിക്കും. ഈ സംഭവത്തിന് മറ്റൊരു പശ്ചാത്തലവുമുണ്ട്. അടുത്ത ദിവസങ്ങളിലായി ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വലിയ വാർത്തയായി മാറിയിരുന്നു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പോലീസ് നടപടിയും പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളും ദേശീയതലത്തിൽ ചർച്ചയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയും പൊതുപ്രവർത്തകരുടെയും പരാമർശങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടിയത്. ഇവിടെ ഒരു പ്രധാന കാര്യം പ്രത്യേകം പറയണം. ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അതേസമയം അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നിയമപരമായും ധാർമ്മികമായും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. പ്രതിഷേധക്കാരോട് വിയോജിക്കാം, അവരുടെ നിലപാടിനെ വിമർശിക്കാം. എന്നാൽ ജീവൻ എടുക്കണമെന്ന് സൂചിപ്പിക്കുന്ന പ്രസ്താവനകൾ സമൂഹത്തിൽ അപകടകരമായ സന്ദേശമാണ് നൽകുന്നതെന്ന് നിയമവിദഗ്ധരും മനുഷ്യാവകാശ പ്രവർത്തകരും പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാണ് നടക്കുന്നത്. ഒരു വിഭാഗം ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് വാദിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഇത് വെറുപ്പ് പ്രസംഗത്തിന്റെയും അക്രമ പ്രേരണയുടെയും ഉദാഹരണമാണെന്ന് ആരോപിക്കുന്നു. ഈ സംഭവത്തിൽ നിയമ നടപടി ഉണ്ടാകുമോ അതോ രാഷ്ട്രീയ വിവേദമായി മാത്രം ഒതുങ്ങുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വിയോജിപ്പുകൾ ഉണ്ടാകാം, പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉണ്ടാകാം. എന്നാൽ അതിന് മറുപടിയായി അക്രമ ഭാഷ സാധാരണവൽക്കരിക്കപ്പെടുകയാണെങ്കിൽ അത് സമൂഹത്തിനാകെ അപകടകരമായ മാതൃക സൃഷ്ടിക്കും. മാത്രമല്ല, സ്ത്രീകളെല്ലാം കൂട്ടമായി ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് വികൃതമായ മനസ്സുകൂടിയാണ് കാണിക്കുന്നത്. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവർ സ്ത്രീകൾക്ക് എന്ത് തരത്തിലുള്ള ബഹുമാനമാണ് നൽകുന്നത് എന്നതും വലിയ ചോദ്യമാണ്.